ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ടിനു വയനാട്. ഞാനിപ്പോൾ മഴയായതുകൊണ്ട് JCB സിനിമ പാട്ട് അങ്ങനെ വർക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വീട്ടിലെല്ലാവരും സഹായിക്കുകയാണ്, വീട്ടിൽ കുക്കിംഗ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കിയാലോ? നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വെറൈറ്റി ബ്രെഡ് ഓംലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി എടുക്കുക. തക്കാളി ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് അരിയുക. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല പഴുത്ത തക്കാളി ആയിരിക്കണേ, എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ കറക്റ്റ് ആക്കുക. അതിനുശേഷം നമ്മളൊരു ഉള്ളി എടുക്കുക. ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ അരിയുക. ഇങ്ങനെ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ അരിയുക. ഇങ്ങനെ സെറ്റാക്കുക. ഇതേപോലെ നമ്മൾ ഉള്ളി അരിഞ്ഞ് ഇങ്ങനെ ക്ലിയറാക്കുക. ഇങ്ങനെ ക്ലിയറാക്കുക. ഇങ്ങനെ ഇങ്ങനെ അരിയുക. ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം നമ്മളിതാ ഒരു മുളക് എടുക്കുക. ഒരു പച്ചമുളക്, ഒരു മുളക് എടുക്കുക. മുളക് ഇങ്ങനെ കട്ട് ചെയ്തിടുക. അങ്ങനെ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഈ മുട്ട എടുക്കുക. മുട്ട ഇങ്ങനെ പൊട്ടിക്കുക. ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതാണ് ഇത്രയും മുട്ട പൊട്ടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 2 മുട്ട മാത്രം പൊട്ടിച്ചാൽ മതി. ഇതിപ്പോൾ അതുകൊണ്ടാണ് ഈ മുട്ട ഇങ്ങനെ പൊട്ടിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 6 മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. മൊത്തം ഇങ്ങനെ ആക്കി ക്ലിയർ ആക്കി എടുക്കുക. അപ്പോൾ ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ വരാം. ഞാൻ കുറച്ച് ഉപ്പ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഉപ്പ് നമ്മുടെ അപ്പുറത്തെ റൂമിലായിരുന്നു, അതുകൊണ്ടാണ്. ഉപ്പ് ഇങ്ങനെ കഴിക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇളക്കുക. ഫുള്ള് ഇളക്കി ഇങ്ങനെ ക്ലിയർ ആക്കുക. ഇങ്ങനെ ഇളക്കി സെറ്റാക്കിയിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കുക. അതായത് ഗ്യാസാണ്. നമ്മൾ ആദ്യം ഗ്യാസ് ഇങ്ങനെ തുറന്ന് അങ്ങനെ കത്തിക്കുക.
ഇതിലേക്ക് ഈ ഓംലേറ്റ് അടിക്കുന്ന പാത്രം അവിടെ വെക്കുക. അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം നമുക്ക് ഈ പാത്രം ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് നമ്മൾ വെന്ത് ചെയ്യുമ്പോൾ മറിച്ചിടാനുള്ള തവിയാണിത്. ഇത് നമ്മളെ പാത്രം ഓംലേറ്റിൻ്റെ പാത്രമാണ്. അപ്പോൾ ഏകദേശം പാത്രം നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഇതിലേക്ക് ഒഴിക്കുക. അത് നമ്മൾ തുണി എടുത്തിട്ട് പഴയ തുണി എടുത്തിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുക. അപ്പോൾ ഇത് നല്ല ചൂടായി. അതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന സാധനം എടുത്തിട്ട് അതെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇതൊന്നിങ്ങനെ കറക്റ്റ് ഒന്നിങ്ങനെ ചുറ്റിക്കുക. ഇങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രെഡ് എടുത്തിട്ട് നമുക്കത് ഒരു ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ 2 ബ്രെഡേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ 2 ബ്രെഡ് അതിൽ വെക്കുന്നു. 2 ബ്രെഡ് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അത് വേവണം. അപ്പോൾ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വെന്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് അത് വേവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ അതിങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രെഡും ആ കൂടെ വെന്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മറിച്ചിടാൻ വേണ്ടി ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്യുന്നത് കേട്ടോ. അതിൽ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ മറിച്ചിടാം. അപ്പോൾ ഇതിങ്ങനെ മറിച്ചിടുക. ഇങ്ങനെയാണ് ഓംലേറ്റ് നമ്മൾ ഇങ്ങനെ സെറ്റാക്കി അടുപ്പത്ത് വെച്ച് ഒക്കെ സെറ്റായി വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലോണം വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് വേവട്ടെ, എന്നാലേ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീട്ടിലെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീട്ടിലെ വൈഫിനെ, അമ്മേനെ, എല്ലാവരും മക്കളെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾക്കിനി അറിയില്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോലെ അവർക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കൊരു സന്തോഷമാവില്ലേ. അപ്പോൾ നമ്മളിത് വെന്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഓംലേറ്റ് എടുത്തിട്ട് നല്ല ചൂടാണ്, നല്ല ഗ്യാസിലായതുകൊണ്ട് നല്ല ചൂടാണ്. ഇപ്പോൾ ഇതിങ്ങനെ പ്ലേറ്റിലേക്ക് വെക്കാം. ഇങ്ങനെ പ്ലേറ്റിൽ വെക്കുക. അപ്പോൾ എന്താ രസം, എന്താ സ്വാദ്. അപ്പോൾ നമുക്കൊന്ന് ചെറിയൊരു പീസ് കഴിച്ചു നോക്കാം. ടേസ്റ്റ് അടിപൊളി. അപ്പം നിങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒക്കെ ചെയ്ത് നോക്കണം.
വീട്ടിലെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സെറ്റാക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ടിനു വയനാട്.